ഹായ്, ഇറ്റ്സ് മീ നിഷ ഫ്രം ബൊനീറ്റ. ഇന്ന് നമ്മൾ അൺസ്റ്റിച്ചഡ് സ്യൂട്ടാണ് കാണിക്കുന്നത്. കോട്ടൺ, പ്യോർ കോട്ടൺ മെറ്റീരിയലിൽ. അതിൽ 8 ഷെയ്ഡ്സ് ഉണ്ട്. എല്ലാം നല്ല ഷെയ്ഡ്സ് ആണ്. നല്ല ക്ലോത്താണ്. ക്ലോത്ത് ബേസ് നല്ല അടിപൊളി മെറ്റീരിയലാണ്. അതിൻ്റെ പാറ്റേൺസ് ഓരോന്നായിട്ട് നോക്കാം. ഇതിൽ ഫസ്റ്റ് വരുന്നത് ഇങ്ങനെ വരും. ടോപ്പ് ലെങ്ത് അത്യാവശ്യം 50-51 ഉണ്ട്. ഇനി ഇത് സ്ലീവ് പാറ്റേൺ. ബാക്ക് പോർഷൻ ഫ്രണ്ടും ബാക്കും സെയിം ആണ്. ഫ്രണ്ടിലും ബാക്ക് ഇതിൽ ഫ്രണ്ടിലായിട്ട് ഹെം ലൈനിൽ ഇങ്ങനെ ഒരു ലേസ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഈ ലേസിൻ്റെ അടിയിൽ സ്കാലപ്പ് വർക്ക് ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ഫ്രണ്ടിൽ ഇവിടെ വന്നേക്കണ ആ ഒരു പ്രിൻറ്റിൽ തന്നെ ഈ ലേസിൽ അതേ ഫ്ലോറൽ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചെറിയ വർക്ക്, അതായത് തുന്നിയെടുത്തിട്ടുള്ള വർക്ക് ഇവിടെയുണ്ട്. ഫ്രണ്ട് പോർഷനിലുണ്ട് സെയിം വർക്ക് ഫ്ലോറൽ പാറ്റേണിൽ. ഇനി ഇതിൻ്റെ ബോട്ടം ഇങ്ങനെ വരും. ദുപ്പട്ട അടുത്തത് ഒരു ലെമൺ യെല്ലോ ഷെയ്ഡിൽ വരുന്നത്. എല്ലാം നല്ല ഷെയ്ഡ്സും ആണ്. പിന്നെ തയ്ച്ചിട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും. സ്ലീവിൻ്റെ പാറ്റേണും ഹെം ലൈനിലതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. ഇങ്ങനെ വരും. നേരത്തെ ഫ്ലോറൽ പ്രിൻ്റ് ത്രൂ ഔട്ട് എങ്ങനെയായിരുന്നു, ഇത് ഹെം ലൈനിൽ താഴ്ഭാഗത്ത് മാത്രം കുറച്ച് ഫ്ലോറൽ പ്രിൻ്റ്. ഇത് ജസ്റ്റ് ഒരു ചെറിയ ഫ്ലവേഴ്സ് പോയിട്ടുള്ളത് ഇങ്ങനെ വരും. ഇതിൻ്റെ സ്ലീവ് ഇങ്ങനെയാണ് വരിക, പ്ലെയിനിൽ. പിന്നെ ഇങ്ങനെ ബോർഡറായിട്ട്. ഫ്രണ്ട് ബാക്ക് പോർഷൻ സെയിം തന്നെയാണ്. ഫ്രണ്ടും ബാക്കും സെയിം പാറ്റേൺ ആണ്. ഫ്രണ്ട് പോർഷനിൽ നമുക്കിങ്ങനെ വർക്ക്, അതായത് ത്രെഡ് വർക്കും ചെറിയ സീക്വൻസ് വർക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. സെയിം കളറ് ത്രെഡ് വെച്ചിട്ടും ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഒരു ഗോൾഡൻ കളറ് ത്രെഡ് വെച്ചിട്ടും ചെയ്തിട്ടുണ്ട് ഈ ഫ്ലോറൽ പാറ്റേണിലൂടെ. ഇനി ഹെം ലൈനിൽ നേരത്തെ കണ്ട പോലെ തന്നെ സ്കാലപ്പ് വർക്കും ചെയ്തിട്ടുണ്ട്. ലേസ് വർക്കിൽ നന്നായിട്ട് ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബോട്ടം ഇങ്ങനെ വരും. ദുപ്പട്ട ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 2695. മൂന്നാമത്തെ ഷെയ്ഡ്. ഇതും നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. ഒരു ബ്ലാക്കിൽ ഹാഷ്, ചെറിയൊരു സ്കിൻ കളറൊക്കെ വന്നിട്ടുള്ളത് ഇങ്ങനെ വരും. ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ. സ്ലീവിന് നമ്മൾ ഫസ്റ്റ് ഷെയ്ഡിൻ്റെ അതേപോലെ ഒരു കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വരും. ബാക്ക് സൈഡ് ഇങ്ങനെ സ്കാലപ്പ് വർക്ക്, ത്രെഡ് വർക്ക് ഒക്കെ വെച്ചിട്ട്. ഇതിൻ്റെ ബോട്ടം ബ്ലാക്ക്, പ്ലെയിൻ ബ്ലാക്ക്. ദുപ്പട്ട നല്ല സുഖമാണ്. ഇതൊക്കെ പിടിക്കാൻ നല്ല കംഫർട്ടബിൾ ആണ്. ഇട്ടാൽ നല്ല ഇതുണ്ടാവും. കാണാനും ഇടാനും നല്ല സുഖം ഉണ്ടാവും. ഇങ്ങനെ വരും ഫ്രണ്ട്. നേരത്തേക്ക് ഒരു അതായത് നടുക്ക് മാത്രമേ ഉണ്ടായിരുന്നു, അത് നടുവിലൂടെ മാത്രമായിരുന്നു വർക്ക് കണ്ടിരുന്നത്. ഇത് ത്രൂ ഔട്ട് ഒരേപോലെ വർക്ക് വന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ മാത്രം നമ്മുടെ ത്രെഡ് വർക്ക്, നമ്മുടെ ഫ്ലോറൽ പാറ്റേണിൻ്റെ ഉള്ളിൽ ത്രെഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഫ്രണ്ട് പോർഷൻ, ഇത് സ്ലീവിൻ്റെ പോർഷൻ.
ഇങ്ങനെ വരും. ബാക്ക് സൈഡ് ഈ ലേസ് വർക്ക് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വരും. ബോട്ടം പ്ലെയിൻ ബോട്ടം, ദുപ്പട്ട, ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും ഈ കളറൊക്കെ. നെക്സ്റ്റ് ഒരു ഗ്രീൻ ഷെയ്ഡിൽ, പിസ്ത ഗ്രീൻ. ഇങ്ങനെ വരും. ഇതിൻ്റെ വർക്ക് ഒരു റൈറ്റ് സൈഡിലേക്ക് വന്ന പോലെ ഇങ്ങനെയാണത്. ഓരോന്നും ഓരോ പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഫുള്ള് ത്രെഡ് വർക്ക്. ഇതിൻ്റെ സ്ലീവ് പോർഷൻ ഇങ്ങനെ വരും, ഡോട്ട്സ്, പോൾക്ക ഡോട്ട്സ് വെച്ചിട്ട്. ബാക്ക് പോർഷൻ സെയിം പാറ്റേൺ. ഇതിലെന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു റൈറ്റ് സൈഡിലേക്കാണ് ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ വന്നിട്ടുള്ളത്. ബാക്ക് സൈഡിലാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്കാണ് ആ ഒരു ഫ്ലോറൽ പാറ്റേൺ വന്നിട്ടുള്ളത്. അപ്പോൾ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. ഹെം ലൈനിൽ ഇങ്ങനെ വരും. അത് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ബോട്ടം പ്ലെയിൻ ബോട്ടം, ദുപ്പട്ട ഇങ്ങനെ വരും. ഇതെല്ലാം നല്ല ഷെയ്ഡ്സാണ്, എല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സ്. നല്ല അതിൽ രണ്ട് ആ ഒരു ബ്ലാക്ക് അത് മാത്രമാണ് കുറച്ച് ഇതുള്ളത്. ഇതും നമ്മൾ കണ്ട അതേ ഒരു പാറ്റേണിൽ തന്നെ റൈറ്റ് സൈഡിലേക്ക് ഫ്ലോറൽ പാറ്റേൺ. നേരത്തെ ഫസ്റ്റ് കണ്ടതിൻ്റെ ഇപ്പോൾ ആ ഗ്രീനിൻ്റെ കളർ ചേഞ്ചാണിത്. ഇങ്ങനെ ഇത് വരും. ഇതെല്ലാം ഒരേ ചാർട്ടിൽ വരുന്ന സാധനം തന്നെ. ബാക്ക് സൈഡ്, ബാക്ക് പോർഷനിൽ ലെഫ്റ്റിലേക്കാണ് വർക്ക് വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഹെം ലൈനിലെ വർക്ക്. ബോട്ടം പ്ലെയിൻ ബോട്ടം, ദുപ്പട്ട വന്നിട്ട് പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന. ഇതെല്ലാം ഒരു മിനിമം 3 കളർ കൂടിയതാണ്. ഇങ്ങനെ വരും. ഈ ക്ലോത്താണ് ഒരു രക്ഷയില്ലാത്ത നല്ല സോഫ്റ്റ് ക്ലോത്താണ്. ഇങ്ങനെ വരും ഫ്രണ്ട് പോർഷൻ. ഈ ഒരു പാറ്റേണിലുള്ളത് നേരത്തെ നമ്മൾ സെക്കൻഡ് ഷെയ്ഡിൽ കാണിച്ചതായിരുന്നു. ഇങ്ങനെ ഇവിടെ ഫ്ലോറൽ പാറ്റേൺ. സ്ലീവിന് പ്ലെയിൻ ആയിട്ട് ഈ ഒരു ബോർഡർ മാത്രം. പ്ലെയിൻ മീൻസ് പ്ലെയിൻ അല്ല, ഇതിനുള്ളിലൂടെ ഒരു പ്രിന്റ് പോയിട്ടുണ്ട്. നേരത്തെയൊക്കെ വിസിബിൾ ആയിട്ടുള്ളതായിരുന്നു. ഇത് ഈ ക്ലോത്തിനുള്ളിലൂടെ എല്ലാത്തിൻ്റെ ഉണ്ട്, ത്രൂ ഔട്ട് അതുണ്ട്. ആ ക്ലോത്തിന് മുകളിലാണ് നമ്മളുടെ ഈ ഒരു ഫ്ലോറൽ പാറ്റേണും. അതിലൊക്കെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ ത്രെഡ് വർക്ക് ഉണ്ട്. ബാക്ക് പോർഷൻ ഇങ്ങനെയാണിത് വരിക. ഇനി ഹെം ലൈനിലുള്ള വർക്ക്. ബോട്ടം ദുപ്പട്ട. നല്ല കോമ്പിനേഷനാണ്. അത് ചെയ്ത് വരുമ്പോൾ നല്ല നീളവും വീതിയും എല്ലാം ഉള്ള ദുപ്പട്ടയാണ്. ലാസ്റ്റ് ഷെയ്ഡ് ഇതെല്ലാവർക്കും ചേരുന്നൊരു കളറാണ്. ഇങ്ങനെ വരും.
ഇതിൽ കറക്റ്റ് സെൻറ്റർ പോർഷനിലുള്ളത് മാത്രം അവിടെ നമ്മുടെ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട്. ബാക്ക് പോർഷൻ ഇതിൻ്റെ സ്ലീവിൻ്റെ പാറ്റേൺ ഇങ്ങനെ വരും. ഇത് നമ്മൾ അടുത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു റൗണ്ട് പാറ്റേൺ ആണ്, ഇവിടെ ഒരു വേവി പാറ്റേൺ. ഇതിനുള്ളിലൂടെ, അതായത് സെൽഫ് പ്രിൻറ്റഡ് ക്ലോത്താണിത്, അതിനുള്ളിലൂടെ പിന്നെ ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്തേക്കാണ്. അതിൻ്റെ ഒരു റിച്ച്നെസ് ഇതിന് ക്ലോത്തിനുണ്ട്. ക്ലോത്തിൻ്റെ അല്ലാതെ ഒരു ഇതുണ്ട്. പിന്നെ ഇതിൻ്റെ ആ ഒരു പ്രിൻറ്റിങ്ങിലും നല്ല വ്യത്യാസമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇങ്ങനെ വരും. ബോട്ടം, ദുപ്പട്ട ഇങ്ങനെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമായ പീസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.